ونستنصره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم بسم الله بابنا تبارك حيطاننا ياسين سقفنا كافها يا عين صاد كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا إن الصلاة على النبي محمد تصل الفؤاد بخالق الأكوان صلوا عليه وسلموا وتكلموا عن أحمد الممدوح بالقرآن وبهديه بين المنام تحدثوا هدي النبي سعادة الإنسان تشتاق عيني أن ترى خير الورى طوبى لمن سعدت به العينان يا فوز من صلى على نور الهدى صلوا عليه بأغلب الأزمان إن الصلاة على النبي وآله سبب لطرب الهم والأحزان إن الصلاة على النبي وآله سبب لطرد الهم والأحزان إن الصلاة على النبي وآله سبب لطرد الهم والأحزان وردي നിർജീവമായി തീർന്ന കാലത്തെ നറുതി തീർത്തുയിരേകി അവിടത്തെയാവി ഇരുളാണ്ട നാടുകൾക്കിടയിലൊരു ശുഭ ശൂദ്രത പോലെയായി ശോഭിച്ചു പിന്നത്
ജലദാന സജ്ജമായി ഗഗനത്തിൽ കാർമേഘം അവരിക്കു നേരെയായി നിലകൊണ്ടു സാമോദം അണപൊട്ടി നിർധരി ഒഴുകിയ പോലെയാ മരുതലം സാഗരമാക്കിയ വാർമുകിൽ മലക്കൂത്ത് ലോകത്ത് വിസ്മയ കാഴ്ചകൾ നാസൂത്ത ജബറൂത്തിൻ ഗൂഢമാം പൊരുളുകൾ ജ്ഞാനഭണ്ഡാരത്തിൽ നിന്നത്ര ഇതുപോലെ കണ്ടു തൻ കണ്ണാലെ നബി എന്ന രാത്രിയിൽ ലാഹൂത്ത് പള്ളിയിൽ ഗുരുവര്യനായുള്ള ഏകദൈവത്തെ തൻ കണ്ണാലെ കണ്ടവർ പ്രാർത്ഥിപ്പിൻ നിങ്ങളാ നബിയോർ കരുദിനം ശാന്തിക്കായി പ്രാർത്ഥിപ്പിൻ ശാന്തി നേർന്നിടുവിൻ ശാന്തിക്കായി പ്രാർത്ഥിപ്പിൻ ശാന്തി നേർന്നിടുവിൻ ശാന്തിക്കായി പ്രാർത്ഥിപ്പിൻ ശാന്തി നേർന്നിടുവിൻ. ഏറ്റവും ബഹുമാനാദരവുകളുള്ള പ്രിയങ്കരനായ അഭിമന്യ സുഹൃത്തും മർത്തോമ മക്ക ജുമാ മസ്ജിദിലെ ചീഫ് ഇമാമുമായ അബ്ദുൽ കബീർ റഷാദി ഉസ്താദ് അവர்கள், മഹനീയമായ ഈ ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് ലത്തീഫ് സാഹിബ്, സെക്രട്ടറി ഷിയാസ്, മറ്റു ഇതിന്റെ ജമാഅത്തിന്റെ കരുത്തരായ, ഞാൻ അതിരട്ട് സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കണ്ണിലെ ശിരോമണി പോലെ കൃഷ്ണമണി പോലെ ഞാൻ വളരെയേറെ സ്നേഹത്തോടെ കാണുന്ന പ്രിയപ്പെട്ട യുവജനങ്ങളായ ഇതിന്റെ ഭാരവാഹികൾ, ഈ ജമാഅത്തിനോട് ആത്മാർത്ഥമായി ജീവാർപ്പണം ചെയ്യുന്ന ധർമ്മബോധ മനസ്സോടുകൂടി ഈ മഹലിലുള്ള എല്ലാ കാര്യത്തിലും ഒരുപടി മുന്നിലേക്ക് ചിന്തിക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഈ സംഗമത്തിലേക്ക് നേരത്തെ തന്നെ വന്ന് ഇരിപ്പിടം പിടിച്ച പ്രിയപ്പെട്ട സഹോദരിമാർ, ഞാൻ അറിയുന്ന, എന്നെ നന്നായി അറിയുന്ന, എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ദുആ ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സ ഇതിന്റെ തുടക്കം പോലെ മനസ്സിന് സന്തോഷം പകരുന്ന വിധത്തിൽ 100% ആത്മീയമായി ഉയർന്നു ചിന്തിക്കാൻ കാരണമായി തീരുന്ന ഒരുപാട് നന്മകൾ, വിജ്ഞാനത്തിന്റെ വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം പകർത്തി മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ അല്ലാഹു ഈ സദസ്സ് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന്റെ പിന്നിലും ഇതിന്റെ മുന്നിലുമൊക്കെ ഒരുപാട് നല്ല ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നറിയാൻ കഴിഞ്ഞു. അത് മുഴുവനും അഹ്ലു ബദറിന്റെയും അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മാണിക്കക്കല്ല് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹു വൻ വിജയത്തിൽ അതൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല മുഖങ്ങളും നമ്മളോട് ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സഹകരിക്കുമെന്ന നല്ല ഉറപ്പ് തന്നിരുന്ന, കഴിഞ്ഞ സ്വലാത്ത് വാർഷികത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല മുഖങ്ങളെയും ഇന്ന് നമ്മുടെ ഈ സദസ്സിൽ കാണുന്നില്ല. അവരൊക്കെ നമ്മോട് വിട പറഞ്ഞു. ആറടി മണ്ണിൽ പ്രാർത്ഥന മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സഹോദര സഹോദരിമാർ, മലികുൽ ജബ്ബാറായ തമ്പുരാൻ അവരുടെ ഖബറിടങ്ങളൊക്കെ സന്തോഷത്തിന്റെ പൂങ്കാവനങ്ങളാക്കി കൊടുക്കുമാറാവട്ടെ. വല്ല അദാബുകളും ഉണ്ടെങ്കിൽ, ചെയ്തു പോയ തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക വേദിയുടെ ഫള് കൊണ്ട്, ഈ മജ്ലിസിന്റെ അനുഗ്രഹാശിസുകളെ കൊണ്ട് അല്ലാഹു അതൊക്കെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നാളെ നമ്മളും ആറടി മണ്ണിലേക്ക്, കവിൾത്തടത്തിലേക്ക്, പച്ച മണ്ണിലേക്ക് മുഖം ചേർത്ത് കിടന്നുറങ്ങുമ്പോ ഈ സ്വലാത്തിലൊക്കെ നമ്മൾ കേട്ടതും നമ്മൾ കൊടുത്തതും നാളെ അവിടെ ഒരു വലിയ തണലായി, ഒരു തണുപ്പായി അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അനുസരണയുള്ള ഒരു മജ്ലിസായിട്ടാണ് എനിക്ക് ഈ സദസ്സിലേക്ക് വന്നപ്പോൾ ബോധ്യപ്പെട്ടത്. ഇതിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാൻ ചുറുചുറുക്കുള്ള നമ്മുടെ യുവാക്കൾ, അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിൽ വരുന്ന അപാകതകൾ വല്ലതുമുണ്ടെങ്കിൽ അത് പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കി, നന്മയുടെ തിരുത്തുകൊണ്ട്, ധർമ്മത്തിന്റെ സതുപദേശങ്ങളെ കൊണ്ട് ആ യുവജനങ്ങൾക്ക് കരുത്തു നൽകി ഒരുപാട് മുന്നോട്ട് കുതിക്കാൻ കഴിവുള്ള, യൗവനമുള്ള, ചോരത്തിളപ്പുള്ള, നല്ല ചുറുചുറുക്കുള്ള ബാല്യക്കാരായ ആളുകൾ, അല്ലാഹു അവർക്കൊക്കെ
നന്മ ചെയ്യാൻ, ഈ മഹല്ലിന് വേണ്ടി ചെയ്യാൻ, റബ്ബിന്റെ പൊരുത്തത്തോടുകൂടെ ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുആഇനൊക്കെ ഇജാബത്ത് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ മണിക്കൂറുകളോളം ഞാൻ ഇവിടെ നിൽക്കും. ഒരു അല്പസമയം, 1 മിനിറ്റ് ഒന്ന് നിൽക്കാൻ തയ്യാറുണ്ടോ? 1 മിനിറ്റ്. എല്ലാവരും, പെണ്ണുങ്ങളോടല്ല. ഈ പെണ്ണുങ്ങൾ എണീറ്റ് നിൽക്കണമെന്നില്ല, ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. പ്രായമുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് ആദ്യമായി പറയാം. ഒരു സ്വലാത്ത്, നമ്മുടെ സ്വലാത്തിന്റെ വേദിയാണ്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് എന്താണെന്നും അതിന്റെ ശ്രേഷ്ഠത എന്താണെന്നും ആരാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാത്മാവിന് കൊടുത്ത സ്ഥാനം എന്താണ് എന്നുമൊക്കെ എളിയ അറിവ് കൊണ്ട് ചില വാക്കുകൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെ ഈ നൃത്തം നാളെ അർശിന്റെ തണലിന് കാരണമായി തീരുന്ന അള്ളാഹുവിന്റെ മഹ്ശറയിൽ ആരോരുടെയും സഹായമില്ലാത്ത സമയത്ത് ഈ അച്ചടക്ക ബോധം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്ക് എന്നെ കേട്ട നിങ്ങൾ വളരെ അക്ഷരാർത്ഥത്തിൽ അതോടുകൂടി ഒരു പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവരാണ് എന്ന ചിന്തയോടുകൂടിയാണ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ഭാവം കാണിച്ചത്. ആ കസേരയോടുകൂടി ഒരു 3 അടി, ആ അവനവൻ ഇരിക്കുന്ന കസേരയെടുത്ത് ഒരു 3 അടി നിങ്ങൾ മുന്നോട്ട് കയറി ഇരിക്കണമെന്ന്